ഹായ് ഫ്രണ്ട്സ്, ബോനി അനലൈറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പൈ ഡാറ്റ അനാലിസിസിലെ പൈത്തൺ ലൈബ്രറിയിലെ നമ്പൈൻ്റെ കൂടുതൽ കഴിഞ്ഞ ക്ലാസ്സിൽ സിംഗിൾ ഡയമെൻഷണൽ അറേസ് ആണ് നമ്മൾ പഠിച്ചത്. ഇതിൽ 2 ഡയമെൻഷണൽ അറേസും അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ അപ്ലിക്കേഷൻ അതുപോലെ അതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കറിയാം കൊളാബിൽ എങ്ങനെ നമ്പൈനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന്. ഇമ്പോർട്ട് നമ്പൈ ആസ് np എന്നിട്ട് ഇമ്പോർട്ട് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സക്സസ്ഫുൾ ആയി റൺ ചെയ്തിന്. ഇനി ഞാൻ എ എന്നുള്ള ഒരു വേരിയബിളിലേക്ക് np.array ഇന്നത്തെ np.array എന്നൊക്കെ പറഞ്ഞാൽ എന്താണുള്ളത് എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടാൽ മതി അറിയാത്തവർ. ഓക്കെ, എന്നിട്ട് അതിൽ ഒരു 2 ഡയമെൻഷണൽ array ഞാൻ എന്താക്കുക കൊടുക്കണം. 1 3 5. ഓക്കെ, ദെൻ നമ്മൾ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യുക. പിന്നെ 23 76 93 അത് റൺ ചെയ്ത് ഇനി എൻ്റർ അടിച്ചാൽ നമുക്ക് എത്ര ഓക്കെ ഇവിടെ അറേ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡയമെൻഷൻ എത്രയാണ് a.ndim എന്ന് കൊടുത്താൽ മതി. ഇത് നമ്മൾ സിംഗിൾ ഡയമെൻഷൻ അറേയിൽ നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇവിടെ ഡയമെൻഷൻ 2 ആണ്, മനസ്സിലായി? ഓക്കെ, മനസ്സിലായേ? അതേപോലെ തന്നെ ഞാൻ b is equal to np.arrange സ്റ്റാർട്ടിങ് എത്ര 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. എനിക്കൊരു 13 വരെ കിട്ടും. ഓക്കെ, 23 വരെ കിട്ടും. റൺ ചെയ്ത് ദെൻ ബി എൻ്റർ അടിച്ചാൽ എനിക്ക് അത് കാണാം. ഓക്കെ, കിട്ടി. അപ്പോൾ ആറോടെ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഇത് എങ്ങനത്തെ അറിയണമെന്ന് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാം. b.ndim എന്ന് കൊടുക്കുക. സിംഗിൾ ഡയമെൻഷൻ അറിയണം. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക് ഇനി റീഷേപ്പ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് റീഷേപ്പ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ b.reshape നമുക്ക് ഡബിൾ ഡയമെൻഷൻ ആയിട്ട് റീഷേപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം റോസ് എത്ര കൊടുക്കുക, അതേപോലെ തന്നെ 2 റോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ റീഷേപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് ആക്ച്വലി ഡബിൾ ഡയമെൻഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? റീഷേപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ 2 കോളം വേണം. പക്ഷെ ഇതിലെത്ര ലെങ്ത് എത്ര ഉണ്ട്? ലെങ്ത് ഓഫ് ബി 22. അപ്പോൾ 22 എലമെന്റ് ആണ് അതിൽ ടോട്ടൽ അറേസിൽ സിംഗിൾ ഡയമെൻഷനിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്തായത് ഇതിനെ 2 റോസും 11 കോളമായിട്ട് ഇത് റീഷേപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ 2 × 11 22 ആണ്. ഓക്കെ, ഇനി 22ൽ വരുന്ന വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് റീഷേപ്പ് ചെയ്യാം. ഉദാഹരണത്തിന് 22 പിന്നെ അത് വരുന്നേ ഇല്ല, 12 × 2 എന്നല്ലേ. ഓക്കെ, 11 × 2 തന്നെ 22 വരുന്നുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും ഇതിൽ റീഷേപ്പ് ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ റീഷേപ്പ് ചെയ്ത് വെച്ചാൽ റീഷേപ്പ് അതെന്താവില്ല, എറർ വരും. ഉദാഹരണത്തിന് ബ്രാക്കറ്റിൽ 3 കോളമും
3 റോ എ കോളം എടുക്കും കണ്ടോ, കനോട്ട് ബി റേഷ്യോ സൈസ് ഇൻറ്റു 3:7 അങ്ങനെ വരും. മനസ്സിലായില്ലേ? ഇനി ഇതിൽ വേറെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറെ ബി ഡോട്ട് റീഷേപ്പ് ഞാൻ വേറൊരു ഇതൊക്കെ -1 കൊടുത്തിട്ട് -2 കൊടുക്കുക. അപ്പോൾ എന്തായി കിട്ടി? 2 കോളം ഉള്ള രീതിയിൽ -1 ഓട്ടോമാറ്റിക്കലി റോസ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും -1 കൊടുത്താൽ 2 കോളമിൽ അവൈലബിൾ ആയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്പർ ഓട്ടോമാറ്റിക് റീഷേപ്പ് ചെയ്ത് തരും. ഇതേപോലെ തിരിച്ചും കൊടുക്കുക. ബി ഡോട്ട് റീഷേപ്പ് 2, -1 രണ്ട് കോളങ്ങളായിട്ട് റീഷേപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് റീഷേപ്പ് ചെയ്യാൻ കഴിയും. ഇനി ഇപ്പോൾ ആക്ച്വലി എ എൻ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ 2 ഡയമെൻഷൻ ആരാണ്, 2 റോയും 3 കോളങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തത്, എ ഡോട്ട് ക്യാപിറ്റൽ ടി അടിച്ചെടുത്തത്. അപ്പോൾ അതിന് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ മാട്രിക്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ബേസിക് മാത്സ് ആണ്. ഓക്കെ, അപ്പോൾ മാട്രിക്സിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞാൽ ഈ റോ ഇതിനെയാണ് മാട്രിക്സ് റോ എന്ന് പറയുന്നത്. ഇത് 2 റോ, ഈ മുകളിൽ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് 1, 23 അത് കോളംസാണ്, 3, 7, 5, 93. ഓക്കെ, അപ്പോൾ ഈ റോസിനെ കോളമായിട്ടും കോളത്തെ റോസായിട്ട് എഴുതുന്നതിനാണ് ട്രാൻസ്പോസ്. അപ്പോൾ ഇത് റോ അല്ലേ, ഇത് ഇങ്ങനെ അടിയിലേക്ക് എഴുതി. ഓക്കെ, 1, 3, 5, 23, 93 അതിനാണ് മാട്രിക്സിലെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിലെ ഒരു പർട്ടിക്കുലർ ഈ 2 ഡയമെൻഷൻ അറിയാൽ 23-നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ എലമെന്റ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കണേ അതിന് കഴിയും. അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റ് 0, 1, 1, 0, 1 അടിക്കുക. sorry, a of 111, a of 11, sorry, bl a of 11. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ എത്രയാണ്, എ ആണെന്ന് കിട്ടി. അഥവാ 0, 1, 23 അല്ല, ഇത് 23 കിട്ടണമെങ്കിൽ ഇവിടെ 0 ആക്കണം. 0, സോറി, ഫസ്റ്റ് റോ 0. ഇനി ഇതിലെ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി എന്താക്കാം, ഇതിൽ ഓരോ വാല്യൂസിനെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഡെക്സ് വെച്ച് ചെയ്യാം. പക്ഷെ ആദ്യം നമ്മൾ എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇതാണ് എ. ആക്ച്വലി ഇതിൻ്റെ ട്രാൻസ്പോസ്, അതിൻ്റെ കോപ്പി ഉണ്ടാവുള്ളൂ, ഒറിജിനൽ ഡാറ്റയ്ക്ക് മാറില്ല. ഓക്കെ, എ ഡോട്ട് ട്രാൻസ്പോസ്. അപ്പോൾ ഇതിൽ ഇത് 0th റോയിൽ ഫസ്റ്റ് 0th എലമെന്റ്, ഇത് 0th റോയിൽ ഫസ്റ്റ് എലമെന്റ്, 0th റോയിൽ സെക്കൻഡ് എലമെന്റ്. അപ്പോൾ 0 എ ഓഫ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. എ ഓഫ് 0th റോയിൽ 3 കിട്ടണമെങ്കിൽ 0th റോയിൽ ഫസ്റ്റ് എലമെന്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് ഇതേപോലെ എടുക്കാൻ കഴിയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ്
നമുക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫ് ഇത് സോറി മൾട്ടിപ്പിൾ വാല്യൂ ഇപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് അല്ലെങ്കിൽ 0,1 എടുത്താലും ഇതും സെയിം ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യല്. ഓക്കെ, 3 തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഇൻഡെക്സിങ് പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ലൈസിങ് ആണ്. സ്ലൈസിങ് ഇൻ 2D array. ഓക്കെ, അത് സിമ്പിൾ ആണ്, നമുക്ക് നോക്കാം. ആദ്യം ഞാൻ 2D നമ്മളെ 2D array. ഓക്കെ, ഇതാണ് 2D array. ഈ റോ സ്ലൈസിങ് നടത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഡബിൾ കോളൻ എടുത്തിട്ട് 2 എടുക്കാം. സോറി 1 ഇടാം. അപ്പോൾ റോ സ്ലൈസിങ് ഇവിടെ കിട്ടി എനിക്ക് അപ് ടു 1 വരെ. ഓക്കെ, 1 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഫസ്റ്റത്തെ ഈ റോ മൊത്തം കിട്ടി. ഇനി ഈ 1 പകരം ഈ നെക്സ്റ്റ് ഞാൻ 1 റോസിൽ 2 കൊടുക്കാം സ്ലൈസിങ്. അപ്പോൾ 2 റോയും കിട്ടി. ഇനി ഇതിന് പകരം കോളംസിന് ഇത് ചെയ്യണമെങ്കിലോ ഇതിന് പകരം എങ്ങനെ കൊടുക്കാം? കോളം സ്ലൈസിങ് ആണെങ്കിൽ 1 0 1 1 2. ഓക്കെ, 1 2 സ്ലൈസിങ്. ഓക്കെ, 5 മാത്രം കിട്ടി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ 5 മാത്രം കിട്ടി. ഇതാണ് ഒന്നാമത്തെ റോ. ഒന്നാമത്തെ റോയില് ഇത് ഒന്നാമത്തെ റോയില് രണ്ടാമത്തെ കോളം 0 ഇത് 0 1 0 0 1 2. ഓക്കെ, അപ്പോൾ 2 ഒന്നാമത്തെ കോളത്തിൽ ഫുള്ള് വരണം. പക്ഷെ ഒന്നാമത്തെ കോളം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാണ്? ഇതെന്ന് പറഞ്ഞാൽ റോ സ്റ്റാർട്ടിങ് അപ് ടു 2 വരെ. ഓക്കെ, 2 വരെ എന്ന് പറഞ്ഞാൽ 0 1 2 ഇത് വിട്ട് ഇതാണ് 5. ഓക്കെ, സോറി ഇപ്പൊ പറയാം. ഇതെങ്ങനെയാന്ന് പറഞ്ഞാല് ഇത് ഫസ്റ്റത്തെ റോ അപ് ടു 2 വരെ, 0 മുതൽ 2 വരെ. അപ്പോൾ 2 പറഞ്ഞാൽ സെക്കൻഡ് റോ നോട്ട് ഇൻക്ലൂഡ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഈ 1 3 5 വരെയാണ് സ്ലൈസ് ചെയ്യേണ്ടത്. പക്ഷെ വേറെ കണ്ടീഷനും കൂടി കോമ കൊടുത്തിട്ട് നമ്മളെ സെക്കൻഡ് 2D അറിയാണ്ട് സെക്കൻഡ് കണ്ടീഷനും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതെന്താണ്? അപ് ടു കോളം സ്ലൈസിങ് അപ് ടു 1 വരെ. അഥവാ 1 പറഞ്ഞാൽ 0 നോട്ട് ഇൻക്ലൂഡഡ് 1. അപ്പൊ എന്തായി? ഒന്നും കൂടി പറയാം. ഇതല്ലേ നമ്മളെ ഓക്കെ. അപ്പോൾ ഇതിൽ അപ് ടു 2 വരെ, അഥവാ 1 0 ഇത് 1. അപ്പോൾ ഈ 2 റോസും ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ സ്ലൈസിങ് അപ് ടു 1, അഥവാ 1 നോട്ട് ഇൻക്ലൂഡഡ് കോളത്തിൽ. അപ്പോൾ ഇതാണ് ഇത് 0 കോളം, ഇത് 1 കോളം. അപ്പോൾ 1 നോട്ട് ഇൻക്ലൂഡ്. അപ്പോൾ ഈ 2 1 23 മാത്രം കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പോൾ സ്ലൈസിങ് അത് അങ്ങനെയാണ്. നെക്സ്റ്റ് ഇനി നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ എൻ്റർ അടിക്കാം. ഇതാണ്. ഇനി നമുക്ക് ഈ കോളം വൈസ് എന്താക്കണം, റോ വൈസ് സം ചെയ്യണം. ഇപ്പോൾ ഇത് പറഞ്ഞാൽ 1 3 5 എത്രയായി? 1 3 5 9 23 7 30 91 123. ഓക്കെ. അപ്പോൾ ഇങ്ങനെ അതിനെ ഒരൊറ്റ കോളത്തിലായിട്ട് ഒറ്റ മെട്രിക്സിൽ ഒറ്റ കോളത്തിൽ എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൻ പി ഡോട്ട് സം പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഏത് മാട്രിക്സിലാണോ അറിയണം വേണ്ടത് അത് കോമ, റോ ബേസ് ആണെങ്കിൽ ആക്സിസ് 0 എന്ന് കൊടുക്കുക. ആക്സിസ് എഴുതിയിട്ട് ആക്സിസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. റോ ബേസിൽ സം ചെയ്യും. നോക്കാം നമുക്ക് വേണ്ട, റോ ബേസിൽ സം ചെയ്തിട്ട് കിട്ടി. സോറി, ആക്സിസ് 0 അല്ല, ആക്സിസ് 1. റോ ബേസിൽ സം ചെയ്യണം, ആക്സിസ് 1 കൊടുക്കുക. ഓക്കെ. അപ്പോൾ റോ ബേസിൽ സം ചെയ്ത് അഥവാ ഇത് 9 ഇത് 123. ഇനി കോളം ബേസ്ഡ് സം ചെയ്യണമെങ്കിലോ 1 23 24 കിട്ടണമെങ്കിൽ ആക്സിസ് 0ക്ക് പകരം 1ന് പകരം ആക്സിസ് 0 എന്ന് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സം ബേസ് 0 ആക്സിസ് ബേസിട്ടൊക്കെ ആക്സിസ് ബേസിൽ നമ്മൾ സം ചെയ്യുന്നത്. ഇത് നമുക്ക് റിയൽ വേൾഡ് ഡാറ്റ അനാലിസിസിൽ നമുക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഓക്കെ. ഇനി ഞാൻ പുതിയൊരു ഡാറ്റ ഇവിടെ ലോഡ് ചെയ്യണം. ഓക്കെ. ഇതതിൻ്റെ ലിങ്ക്. ഈ ലിങ്ക് നിങ്ങൾക്ക് എന്താക്കാത്ത സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ലിങ്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലിങ്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ. ഇതേപോലെ നിങ്ങൾക്കും കൊളാബിൽ യൂസ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഇത് റൺ ആയിട്ടുണ്ട്. ഇനി ആ ലിങ്കിനെ എനിക്ക് ഒരു ഡാറ്റ എന്ന വേരിയബിളിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലോഡ് ചെയ്ത സാധനത്തിന് NP ലോഡ് ടെക്സ്റ്റ് എന്നാക്കുന്നു. NP ലോഡ് ടെക്സ്റ്റ്, ദെൻ അതിൻ്റെ നെയിം കൊടുക്കുക. ഇതിൻ്റെ ഫയൽ ടൈപ്പ് fit.txt. ഓക്കെ. എന്നിട്ട് കോമ d ടൈപ്പ് സ്ട്രിങ് പോലെ സ്ട്രിങ് ആയിട്ട് കിട്ടണം. ഓക്കെ. str. ഇത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ അത് റൺ ആയിട്ടുണ്ട്. ഇനി ഡാറ്റ എന്ന് അടിച്ചാൽ നമുക്ക് അതിനെ ലോഡ് ചെയ്യാം. ആ ഡാറ്റകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഉണ്ടോ? ഇതാണ് ഡാറ്റ. ഓക്കെ. ഇനി ഈ ഡാറ്റേൻ്റെ ഷേപ്പ് എത്രയാണെന്ന് പറയണമെങ്കിൽ നമ്മൾ പഠിച്ച പോലെ ഡാറ്റ ഡോട്ട് ഷേപ്പ് കൊടുത്താൽ മതി. ഓക്കെ. 96 റോസ് ഉണ്ട്, 6 കോളംസ് ഉണ്ട്. ഇനി ഓരോന്ന് ഇപ്പോൾ 96 റോ, കോളംസ് 6. ഇത് ഈ ഒരു കോമ വരുന്നത് CSV ഫയൽ. ഇതൊരു ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം, ഇത് നാലാമത്തെ കോളം, ഇത് അഞ്ചാമത്തെ കോളം, ഇത് ആറാമത്തെ കോളം. ഇനി നമുക്ക് ഈ ഡേറ്റിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, ആ കോളം മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ബ്രാക്കറ്റിൽ 0 എന്ന് കൊടുത്താൽ മതി. സോറി, സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ 0 കൊടുത്താൽ പോരാ, 0,0 കൊടുക്കണം. അല്ല, സോറി, ഫസ്റ്റ്
കോളം മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പം ഒന്നാമത്തെ കോളം നമുക്ക് കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ ഡാറ്റകളും എല്ലാ റോസും വേണം, കോമ. ദെൻ ഫസ്റ്റത്തെ 0 കോളം മാത്രം വേണം. അപ്പോൾ അപ് ടു 0 വരെ ഇങ്ങനെ കൊടുത്ത് റൺ ചെയ്താൽ നമുക്ക് ആ ഡാറ്റകൾ മാത്രം കിട്ടി ഫസ്റ്റത്തെ. ഇനി എനിക്ക് ഒന്നാമത്തെ റോസ് മാത്രം കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ കൊടുത്ത പോലെ കൊടുക്കുക. ഒന്നാമത്തെ റോസ് ആണ് എനിക്ക് കിട്ടണമെങ്കിൽ ഡാറ്റ 0 കൊടുക്കാം. ഒന്നാമത്തെ റോസ് ഉള്ളി കണ്ട, അതിലെല്ലാ റോസിലും എല്ലാ ഡാറ്റകളും കിട്ടും. ഇനി ഈ മൂന്നാമത്തെ കോളം എനിക്ക് കിട്ടണം. മൂന്നാമത്തെ കോളം ഡാറ്റയിൽ മൂന്നാമത്തെ കോളം മാത്രം കിട്ടണം, പക്ഷെ എല്ലാ റോസും കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എല്ലാ റോസും അപ് ടു 4 എടുക്കാം. അപ്പം സോറി, മൂന്നാമത്തെ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ അപ് ടു 4 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് 4 വരെയുള്ള മൊത്തം കിട്ടി, 1 2 3 അപ് ടു 4 വരെ. പക്ഷെ നാലാമത്തത് മാത്രമാണ് എനിക്ക് കിട്ടിയെങ്കിൽ തിരിച്ചിട്ടൊക്കെ നമുക്ക്. ഓക്കെ, നാലാമത്തെ കോളം പറയണമെങ്കിൽ 0 1 2 3 4. ഓക്കെ, നാലാമത്തെ എല്ലാ റോസും പക്ഷെ നാലാമത്തെ കോളത്തിൽ എല്ലാ റോസും ആണ് ഇത് 5 8. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതേ രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയും. ഇത് നമുക്ക് ഡാറ്റ അനാലിസിസിൽ വളരെ ഉപകാരപ്പെടും. ഓക്കെ, ഈ ഡാറ്റ വേറെ നോക്കിയാൽ ഡാറ്റ 4 മാത്രമാണെങ്കിൽ നാലാമത്തെ റോ, കാരണം നാലാമത്തെ റോയിലുള്ള മൊത്തം കോളംസ് നമുക്ക് കിട്ടി. ഓക്കെ, 4 വരെയുള്ള എല്ലാ റോസും കിട്ടി. ഇതേ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾക്ക് ഓരോന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഉദാഹരണത്തിൽ നെക്സ്റ്റ് എനിക്ക് വേണ്ടത് ഡാറ്റ 0 ആണ്. 0 കോളം മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ റോയും കിട്ടണം, പക്ഷെ 0 കോളം മാത്രം കിട്ടണം. ഓക്കെ, ഇനി എല്ലാ റോയും കിട്ടണം, 1th കോളം കിട്ടണം, 2th കോളം കിട്ടണം. അത് നോക്കാം. ഡാറ്റ എല്ലാ റോയും കിട്ടണം, 4th 5th കോളം. ഓക്കെ, 5th കോളം മാത്രം കിട്ടി. ഇനി
ഇതിനെ നമുക്ക് ട്രാൻസ്പോസ് ആക്കാൻ കഴിയും നോക്കാം. ഡാറ്റ ഡോട്ട് ട്രാൻസ്പോസ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ എനിക്ക് അതിനെ ട്രാൻസ്പോസ് രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു കാര്യത്തെ അതിൻ്റെ കോളത്തെ റോസിനെ കോളാക്കി മാറ്റി. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി.